والصلاة والسلام على من لا نبي بعده. സഹീഹ് മുസ്ലിമിൽ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു തബാറക വതആല തുരീദൂന ശൈഅൻ അസീദുക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, സ്വർഗാവകാശികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അധികരിപ്പിച്ചു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇനിയും നഈമുകൾ, അനുഗ്രഹങ്ങൾ കൂടുതലായി നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഖാലു, അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അലം തുബയ്യദ് വുജൂഹന, അല്ലാഹ് നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. വതുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനൻ നാർ, ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഞങ്ങൾ ചോദിക്കുക? ഇനി എന്താണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് എന്നർത്ഥത്തിൽ അവർ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയക്ഷിഫുൽ ഹിജാബ്, ആ സമയം അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഹിജാബ്, മറ നീക്കും. അല്ലാഹുവിന് മറയുണ്ട്, നൂർ, പ്രകാശം കൊണ്ടുള്ള മറയുണ്ട്, അത് നീക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, ആ സ്വർഗാവകാശികൾക്ക് അല്ലാഹുവിന്റെ വജ്ഹിലേക്കുള്ള, അല്ലാഹുവിന്റെ മുഖത്തിലേക്കുള്ള നോട്ടത്തിനേക്കാൾ പ്രിയങ്കരമായിട്ട്, ഇഷ്ടമുള്ളതായിട്ട് ഒന്നും നൽകപ്പെട്ടിട്ടുണ്ടാകില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്ത് യൂനുസിലെ ആയത്ത്, അല്ലദീന അഹ്സനൂ അൽ ഹുസ്ന വസിയാദ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഹുസ്ന, സ്വർഗമുണ്ടാകും, അതുപോലെ അവിടെ അധികരിച്ചിട്ടുമുണ്ടാകുമെന്ന്. ഇവിടെ സഹോദരങ്ങളെ, നാം എല്ലാവരും സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നതും അതുപോലെ ഹറാമുകളിൽ നിന്ന് ഒഴിവാകുന്നതും അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ക്ഷമിക്കുന്നതും ഖദറിൽ, മുസീബത്തുകളിൽ ക്ഷമിക്കുന്നതുമെല്ലാം സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് പ്രതിഫലമുണ്ട്. നാം ഇച്ഛിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന ഹറാമുകൾ ഒഴിവാക്കുന്നത് കൊണ്ട് അതിനേക്കാൾ ഉത്തമമായത് സ്വർഗത്തിൽ ലഭിക്കും. നമുക്ക് എന്ത് നഷ്ടം വന്നാലും അതിനേക്കാൾ എല്ലാം മെച്ചപ്പെട്ടത് സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ തന്നെ അതിനേക്കാൾ വലുതായിട്ടൊരു കാര്യമാണ് അള്ളാഹുവിനെ കാണുക എന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, സാധാരണക്കാരായ ആളുകൾ, മുസ്ലിമീങ്ങൾ, അവർ എപ്പോഴും ആഗ്രഹിക്കുക സ്വർഗത്തിലെ വിഭവങ്ങൾ, സ്വർഗത്തിലെ പാനീയങ്ങൾ, സ്വർഗത്തിലെ ഇണകൾ, അതുപോലെയുള്ളതായിരിക്കും. എന്നാൽ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകൾ, അവരെപ്പോഴും ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി അവരാഗ്രഹിക്കുക അള്ളാഹുവിനെ കാണാൻ വേണ്ടിയായിരിക്കും. ദുനിയാവിൽ നമ്മൾ നേരിടുന്ന, നമുക്ക് നന്മകൾ ചെയ്യാൻ വഴിയുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തിന്മകളിലേക്ക് പ്രേരണയേകുന്ന കാര്യങ്ങൾ, താല്പര്യങ്ങൾ, അതുപോലെ അള്ളാഹുവിന്റെ വിധിയിൽ, ഇതിലെല്ലാം ക്ഷമിക്കാൻ നമുക്ക് ഏറ്റവും അധികം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് സബാത്ത് നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ആഗ്രഹിക്കുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷമിക്കുക അള്ളാഹുവിനെ കാണുന്നത് വരെ. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.